ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മൂന്നാമത്തെ ബജറ്റ് തയ്യാറാക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമാണ്, ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വലിയ പ്രതീക്ഷ ധനമന്ത്രിയുടെ മേലുണ്ട്. ഒപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം ഇതെങ്ങനെ ധനമന്ത്രി മറികടക്കും? ജനങ്ങൾക്ക് ഈ ബജറ്റിൽ എന്ത് പ്രതീക്ഷിക്കാം? പൊതുമേഖല പൊതു സർവീസുകൾ ശക്തിപ്പെടുത്തി തന്നെ പോകണമെന്നുള്ളതാണ്. KSRTC പോലുള്ള സംവിധാനങ്ങൾ, നമ്മുടെ ആശുപത്രികൾ, സ്കൂളുകൾ, ധാരാളം ആളുകൾക്ക് വിദ്യാഭ്യാസം, അതുവഴിയുള്ള നേട്ടങ്ങൾ, ബിസിനസ് നേട്ടങ്ങൾ, കൃഷി അതിൻ്റെ വളർച്ച, ഇതൊക്കെയുണ്ട്. ഇതിനെയൊക്കെ സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റായിരിക്കും. കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. പക്ഷേ കേരളത്തിനോടുള്ള സജീവമായ പ്രശ്നം രാഷ്ട്രീയമായി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ളതാണ്. ആ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുക എന്നുള്ളതിനായിരിക്കും ബഡ്ജറ്റിൻ്റെ പ്രത്യേകത, പ്രാധാന്യം. ഈ കേന്ദ്രം 57,800 കോടി രൂപ കുടിശ്ശിക തരാനുണ്ട്. ഒപ്പം കടമെടുക്കുന്നതിനുള്ള പരിമിതികളെല്ലാം നിൽക്കുന്നു. ഈ തുടങ്ങി വെച്ച ക്ഷേമങ്ങളും വികസന പ്രവർത്തനങ്ങളും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടേറെ തടസ്സങ്ങൾ. ഇപ്പോൾ കിഫ്ബിയിലടക്കം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയടക്കം പ്രതിസന്ധിയിലാണ്. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും? മദ്യം, പെട്രോൾ, ഡീസൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ അവിടുന്ന് കിട്ടുന്നത് വരിക, കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി സജീവമാകുക, അത് കഴിഞ്ഞുള്ള വരുമാനം വരിക, ഇങ്ങനെ തന്നെ ഉള്ള ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നിലവിലുള്ള ടാക്സിൻ്റെ സമ്പ്രദായത്തിൽ അതൊക്കെ തന്നെ തുടരാൻ പറ്റുക. 10, 30, 40 വർഷമായിട്ട് അറ്റൻഡ് ചെയ്യാത്ത മേഖലകളുണ്ടെങ്കിൽ അത് ഓരോ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇത്തവണ പക്ഷേ ഒരു ഇലക്ഷൻ വർഷത്തിൽ അങ്ങനെ ഒരു ഭാരം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ഒരു നികുതിയും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വലിയ നികുതികളുടെ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ന്യായമായി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നികുതി കൊടുക്കുന്നതിനാണ് ആൾക്ക് താല്പര്യം. നികുതി വെട്ടിപ്പ് വ്യക്തികളല്ല, ഇപ്പോൾ സ്ഥാപനങ്ങൾ തന്നെ നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്ന് പറയുന്നത് പൊതുവിൽ ആളുകൾ നികുതി വെട്ടിപ്പ് നടത്തുന്നവരല്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ കാലത്തെ ബജറ്റ് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാണുമ്പോൾ എന്തായിരിക്കും അങ്ങ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സൂത്രവാക്യം? സാധാരണ മാജിക്ക് എന്താ? ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് കാണിക്കില്ല. അത് പക്ഷേ ആ ഷോ കഴിയുമ്പോൾ അങ്ങ് പോവല്ലോ. ജനം പക്ഷേ ഷോ കഴിയുമ്പോഴും ചോദിക്കും, നിങ്ങൾ പറഞ്ഞല്ലോ ഈ മാജിക്ക് വേറൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം. അതെന്തായാലും തീർച്ചയായിട്ടും കൺവെൻഷണൽ അല്ലാത്ത കുറേ കാര്യങ്ങൾ കൂടി ചെയ്യുന്നതിന് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാം. ഈ നമ്മുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യമാണ്. ഇപ്പോൾ 5 മാസത്തെ കുടിശ്ശികയാണ്. 5 മാസത്തെ കുടിശ്ശികയില്ല, തുടർച്ചയായി 5 മാസത്തെ എന്നുള്ളതല്ലേ ഉദ്ദേശിച്ചത്. 4 മാസത്തെ പെൻഡിങ്. അത് ഇപ്പോൾ ഈ ബജറ്റിൽ ആ കുടിശ്ശിക തീർക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുമോ? അതോ പ്രകടന പത്രികയിൽ തന്നെ എപ്പോഴും നമ്മൾ എല്ലാ വർഷവും വർധന അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് ഒരു ലിമിറ്റിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? ഇപ്പോൾ കോഴിക്കോട് ഒരു വ്യക്തി ഇന്നലെ ആത്മഹത്യ ചെയ്തു എന്നൊരു സംഭവം ഉണ്ടല്ലോ. വാർത്ത വന്നത് അദ്ദേഹത്തിന് 5 മാസത്തെ കുടിശ്ശിക കിട്ടാനുണ്ടെന്നാണ്. ഞാൻ ആ കാര്യം അന്വേഷിച്ചു. നവംബറിലും ഡിസംബറിലും പെൻഷൻ കിട്ടിയിട്ടുണ്ട്. 3200 രൂപ വെച്ച് അദ്ദേഹം വാങ്ങിയെന്നാണ് ഞാൻ കണ്ടത്. കേരളത്തിൽ പെൻഷൻ 2-3 മാസത്തെ നേരത്തെ ഉള്ളത് കുടിശ്ശികയുണ്ട്. ഞാനൊരു കാര്യം പറയാം, 57,000 കോടി രൂപയാണ് നമുക്ക് കുറവ് വന്നത്. 25,000 കോടി പകുതി നമുക്ക് തരട്ടെ, ഈ പറഞ്ഞ എല്ലാ പ്രശ്നവും പരിഹരിക്കും. മറ്റുള്ള പല കാര്യങ്ങളിലെയും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഉള്ളതിനേക്കാൾ അഡ്വാൻസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയാണ്. എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ തുകയാണെങ്കിലും അത് കിട്ടാതെ വരുമ്പോൾ അങ്ങ് പറഞ്ഞത് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ. കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം, കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അത് ഉണ്ടാവും. നേരത്തെ 3 മാസത്തിലൊരിക്കലായിരുന്നു നമ്മൾ കൊടുക്കുന്ന പെൻഷൻ കേട്ടോ. അങ്ങനെ കൂടെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇപ്പം നമ്മളത് മാസം തോറും കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പഴയ 4 മാസത്തെ ചേർത്ത് കൊടുക്കുന്ന ഗ്യാപ്പിനപ്പുറം എപ്പോഴും വന്നിട്ടില്ല. അതൊരു പ്രശ്നമാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കൊക്കെ അറിയാം കേരളത്തിൻ്റെ ആകെ വരുമാനം കേന്ദ്രം തരേണ്ട അത്ര. അതുകൊണ്ട് ഇപ്പം എന്താ ഉള്ളതെന്നൊക്കെ എല്ലാം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതിനകത്ത് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. സപ്ലൈകോ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് വലിയ പ്രതിസന്ധിയിലാണ്. ഈ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യം, അത് ഈ സപ്ലൈകോയ്ക്കുള്ള കുടിശ്ശികൾ നിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം, അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല. ആ പ്രതിസന്ധിക്ക് ഈ ബജറ്റിൽ ഒരു പരിഹാരം ഉണ്ടാകും. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, സപ്ലൈകോയിൽ സാധനങ്ങളുണ്ടാവും, സബ്സിഡി സാധനങ്ങളുണ്ടാവും. അതിനുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് സർക്കാർ എടുക്കുന്നത്. കിഫ്ബിയെ കേന്ദ്രം ലോക്ക് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇത്തവണ എന്താണ് ബദൽ? പ്ലാനിനകത്തുള്ള പദ്ധതി കൂടാതെ കിഫ്ബി വഴി ചെയ്യുന്നുണ്ട്. അതൊക്കെ ശക്തമായിട്ട് തുടരും, അതിനൊരു തർക്കവുമില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം പറ്റുമോ കേരളത്തിലെ ആവശ്യങ്ങൾ? അതുകൊണ്ട് മാത്രം പറ്റില്ല. അവിടെയാണ് കൂടുതൽ നമ്മുടെ തൊഴിലവസരങ്ങളും ജോലിയൊക്കെ വരണം. നമ്മുടെ നാട്ടിൽ ലോകത്ത് എവിടെയും പോയി ജോലി ചെയ്യുന്ന ആൾക്ക് ഇവിടെ തന്നെ അത് ചെയ്യാൻ പറ്റുന്ന പ്രത്യേക മേഖലകളിൽ സൗകര്യം ഒരുക്കി കൊടുത്താൽ ഇവിടുന്ന് അത് ചെയ്യാം.
അപ്പോൾ ഇത്തരം സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വരണം, നിക്ഷേപം വരണം. അത് ഏത് കാലത്തുള്ളതാണ് കേട്ടോ. നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവരും നല്ല ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം വരാനുള്ള അന്തരീക്ഷം കേരളത്തിലുണ്ടാവും. അതാണല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. സന്തോഷം, വളരെ നന്ദി. അങ്ങ് ബജറ്റ് എഴുതി തുടരുക. നമുക്ക് അതിനും ഇടയ്ക്ക് ഒന്നുകൂടെ കാണാം.